ഹലോ ചക്കരകളെ, ഒരു 40 വയസ്സിന് ശേഷമാണ് നമ്മുടെ സ്കിന്നിൽ സാഗിങ്ങും റിങ്കിൾസും ഫൈൻ ലൈൻസും ഡാർക്ക് സ്പോട്ടും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ. അപ്പം പ്രധാനമായിട്ടും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിലുള്ള കൊളോജൻ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കെയർ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്ന് നല്ല തിളക്കത്തോടെയും അത്യാവശ്യം യങ്ങായിട്ട് തന്നെ നമ്മുടെ ഫേസ് ഇരിക്കുന്നതായിരിക്കും. അപ്പം ഞാനൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൊട്ടീനായിട്ട് നമുക്ക് മോർണിംഗ് റൊട്ടീനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ടും തിളക്കത്തോടെയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് റിങ്കിൾസ് ഒന്നും ഇല്ലാതെയും ഒക്കെ ഇരിക്കും. പെട്ടെന്ന് നമ്മുടെ സ്കിന്ന് സാഗിയത്തില്ല, അതുപോലെ തന്നെ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒന്നും വരത്തില്ല. അതൊക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം എടുക്കുന്ന ഒരു ഓയിലാണ് കുങ്കുമ ഓയിൽ കേട്ടോ. അതായത് നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ ഓയിലാണ്. അപ്പോൾ അതില്ലാത്തവരുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, വിർജിൻ കോക്കനട്ട് ഓയിൽ, ജുജോബ ഓയിൽ, ജുജോബ എന്ന് പറഞ്ഞാൽ ഹൊഹോബ ഓയിൽ, ഇത് ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കാം കേട്ടോ. ഹൊഹോബ ഓയിലൊക്കെ ഭയങ്കര റിസൾട്ട് ഉള്ളതാണ്. അതുപോലെ തന്നെ കുങ്കുമത്തിൻ്റെ ഓയിൽ ഒരുപാട് റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സ്കിന്നിന് ചേരുന്ന കുങ്കുമത്തിൻ്റെ ഓയിൽ എൻ്റെ സ്കിന്നിന് ഒരുപാട് സ്യൂട്ട് ആവുന്നതാണ്. വെളിച്ചെണ്ണ എനിക്ക് കുരുക്കൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കുരുക്കൾ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ഒലിവ് ഓയിലും ആൽമണ്ട് ഓയിലും കുങ്കുമത്തിൻ്റെ ഓയിലും ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ എടുക്കുന്ന കുങ്കുമത്തിൻ്റെ ഓയിൽ ഒരു 3-4 ഡ്രോപ്സ് എടുത്തിട്ടുണ്ട്. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഒരു 5 ഡ്രോപ്സ് വരെ എടുക്കാം. ഓയിലി സ്കിന്നുകാരൻ 3 ഡ്രോപ്സ് മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഹണി നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറായിട്ട് വെക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ റിങ്കിൾസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. കറുത്ത പാടുകളും കലകളും ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് നമ്മുടെ ഹണി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1-2 ഡ്രോപ്സോളം ഹണിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുഖം നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ കുറയാനായിട്ട് കുങ്കുമത്തിൻ്റെ ഓയിലും അതുപോലെ തന്നെ ഹണിയും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇതൊരു മസാജിന് വേണ്ടിയാണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത്. ഇതൊരു മോർണിംഗ് റൊട്ടീനാണ്. ഈ ഒരു മോർണിംഗ് റൊട്ടീന് നമ്മളൊരു 40-ന് ശേഷം ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% ഞാൻ പറയുന്നു നിങ്ങളുടെ സ്കിന്നിന് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ റിങ്കിൾസൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. റിങ്കിൾസ് ഉള്ള ആൾക്കാർക്ക്, അഥവാ റിങ്കിൾസ് ഇല്ലാത്ത ആൾക്കാർക്ക് അതൊന്നും വരാതെ കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നമ്മൾ ചെയ്യണം. 1 ദിവസം 2 ദിവസം കൊണ്ടൊന്നും നിർത്തരുത്. ഇനി നമ്മൾ അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന പോലെ സൈഡ് ടു സൈഡ് മസാജ് കൊടുക്കുക. അതായത് ലിഫ്റ്റ് ചെയ്തുള്ള മസാജ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ലിഫ്റ്റ് ചെയ്ത് മസാജ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ കാരണം നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എപ്പോഴും നമ്മുടെ ചീക്ക് ബോൺസിൽ, അതായത് 2 സൈഡ് ചീക്ക് ബോൺ 2 സൈഡിലും അവിടെ ഒരു സാഗിങ് പോലെ തുടങ്ങും. പിന്നെ നമുക്ക് ആ ഒരു ചുണ്ടിൻ്റെ 2 സൈഡിലും ഒരു മാർക്സ് പോലെ ലൈൻ പോലെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സാഗി ചെയ്യുന്നൊരു പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മസാജ് കൊടുക്കുന്നത് മസ്റ്റായിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഫേസ് യോഗ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഫേസ് യോഗ ചെയ്ത് പോകണം. ഒരുപാട് റിങ്കിൾസ് ഒക്കെ ഉള്ളവർ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് യോഗയും ഫേസ് മസാജും ഫേസ് പായ്ക്കും നിർബന്ധമായിട്ടും ഇട്ട് പോകണം. അപ്പോഴാണ് റിസൾട്ട് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്കാർ ആഴ്ചയിൽ 2-3 വട്ടം ചെയ്തു പോയാൽ മതി. എത്ര രൂപയാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സ്കിൻ കെയറിലുമൊക്കെ പല ട്രീറ്റ്മെൻറ്റിനായിട്ടും കൊടുക്കുന്നത് അല്ലേ. നമുക്കൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നല്ല രീതിയിൽ പല കാര്യങ്ങളും റൊട്ടീനായിട്ട് ചെയ്തു പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്ന് നല്ല യുവത്വത്തോടെ നല്ല യങ്ങായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ, അതായത് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മുടെ ഫേസ് തന്നെയാണ് അല്ലേ. അതിൽ നമുക്ക് എന്താണ് ഡാർക്ക് സ്പോട്ടും കലകളും പിഗ്മെൻറ്റേഷനും ഒക്കെ അരിവാളിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. അപ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പോസിറ്റീവായിട്ട് ഒരു എനർജി ഇല്ലാതെ നിൽക്കേണ്ട ഒരു ഗതികേട് വരും അല്ലേ. എല്ലാവരും നമ്മളോട് ചോദിക്കും, അയ്യോ എന്താണ് പറ്റിയത്, മുഖത്ത് ഒരുപാട് കറുത്തിരുണ്ട് പോയല്ലോ, അല്ലെങ്കിൽ കണ്ണിനടിയിൽ കറുപ്പ് വന്നല്ലോ, പഴയതിനെക്കാട്ടി ക്ഷീണിച്ചു പോയല്ലോ എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ്. നമ്മളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ജീവിക്കും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കും, നമ്മുടെ
മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ഒക്കെ നമ്മൾ ജീവിക്കുന്നില്ലേ? പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്താൻ ശ്രമിക്കുക. ഇനിയെങ്കിലും ഇത് കണ്ടെത്താത്തവർ നിങ്ങൾ ഒരു കുറച്ച് സമയങ്ങൾ, ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. നമ്മൾക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതെല്ലാവരും, സ്ത്രീകളായിട്ടുള്ള എല്ലാവരും ഓർക്കുക. അപ്പം നമുക്ക് എപ്പോഴും എല്ലാവരും നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്ത്, ഫംഗ്ഷനൊക്കെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ മാത്രം ഒരു ഡള്ളായിട്ടും ഡാർക്കായിട്ടും അതുപോലെ തന്നെ പ്രായം ചെന്നവരെ പോലെ, നമുക്ക് വലിയ പ്രായമൊന്നുമില്ല, ചിലർക്ക് ഒരു 35 വയസ്സൊക്കെ ഉള്ളുവെങ്കിലും ഒരു 10, 40, 50 വയസ്സിൻ്റെ ഒരു പടുക്കെയാണ് ചിലവരെ കണ്ടാൽ. അപ്പോൾ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും ടെൻഷനുണ്ട് ജീവിതത്തിൽ. പക്ഷേ നമ്മളതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ചിരിക്കുന്ന തമാശകളൊക്കെ ഉള്ള കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് വെക്കാനും അതുപോലെ നമുക്കൊരു നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനും, മുഖത്തൊക്കെ നല്ലൊരു എനർജി, നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ, നല്ലൊരു നമുക്കൊരു എനർജി കൊണ്ടാനും ഒരുപാട് സഹായിക്കുന്നു. അപ്പം നമ്മൾ ഞാൻ കാണിക്കുന്ന മസാജ് നിങ്ങൾ ഇതുപോലെ തന്നെ എടുക്കും. ഒരുപാട് മസാജിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, ഒരുപാട് പേർക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പം വാട്സപ്പിലൊക്കെ എന്നും എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ കൂടെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, എൻ്റെ കൂടെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു മോർണിംഗ് റൊട്ടീനാണ്, രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം നല്ലൊരു റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. ആരും മടിച്ച് നിൽക്കാതെ മുമ്പോട്ട് ഇനിയും വരാത്ത ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വന്ന ഇതേ രീതിയിൽ തന്നെ ചെയ്തു പോവുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് എത്ര പ്രായമായെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾ ചെയ്തോളുക. പ്രായം കുറഞ്ഞവരും പ്രായം കുടിക്കും, എനിക്ക് പ്രായമായല്ലോ, എൻ്റെ സ്കിന്ന് സാഗ് ചെയ്തല്ലോ, എൻ്റെ മുഖത്ത് കരിവാളിപ്പ്, ഇതിനൊന്നും മാറുമോ എന്ന് നിങ്ങൾ ചിന്തിച്ച് മാറി നിൽക്കാതെ നിങ്ങൾ ഇതുപോലെ ഞാൻ കാണിക്കുന്ന ഓരോ വീഡിയോസും കണ്ട് ഇതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് 100% തന്നെ, 100 പറഞ്ഞില്ലെങ്കിലും ഒരു 75% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു മസാജൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ മുഖം നല്ലൊരു തിളക്കമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഓയിലി സ്കിന്നുകാർ വളരെ കുറഞ്ഞ ഡ്രോപ്സ് മാത്രമേ എടുക്കാവുള്ളൂ. ഡ്രൈ സ്കിന്നുകാർ ഇച്ചിരി കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. കാരണം ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അവർ സ്കിന്നിന് പെട്ടെന്ന് പെട്ടെന്ന് വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ തന്നെ അവരുടെ മുഖം നന്നായിട്ട് ഒരു ഡ്രൈനെസ് ഒക്കെ മാറി വരും. അപ്പോൾ എനിക്ക് ചെറിയൊരു ഓയിലി സ്കിന്നാണ്, അപ്പം അത്യാവശ്യം മതി. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിന് അടിപൊളി ഒരു തിളക്കമാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോഴത്തെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തിളങ്ങി നിൽക്കാൻ പറ്റും അല്ലേ? അതാണ് നമുക്ക് ഏറ്റവും വലിയ, നമുക്ക് എത്ര പ്രായമാവും എന്നുള്ളതിലല്ല. ഇപ്പം നമ്മുടെ മക്കളാണെങ്കിലും പറയും, പിന്നെ അമ്മയ്ക്ക് വേറെ പണിയില്ല, ഉമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ല, പിന്നെ ഇത്ര പ്രായമായി, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരുങ്ങി നടക്കണ്ട, അല്ലെങ്കിൽ ഇതിൻ്റെ മുഖത്ത് ഇതൊക്കെ വാരി വലിച്ചിടുന്നത്, ഇതൊക്കെ ചോദിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പം അവർ കുറേ നമ്മുടെ മുഖമൊക്കെ കിളവിയെ പൊലിക്കും, നമ്മളെ കളിയാക്കുന്നതിൽ എത്രയോ ഭേദമാണ് നമുക്ക് അവരുടെ മുമ്പിലൊന്നും നല്ല തിളങ്ങി നിൽക്കാനായിട്ടല്ലേ? നമുക്ക് അത്യാവശ്യം നമ്മൾ പാർലറിലൊന്നും പോകുന്നില്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള സാധാരണ സംഭവങ്ങൾ കൊണ്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റൊരാൾക്കാരെ മൈൻഡ് ചെയ്യാതിരിക്കുക. ഇപ്പം നമ്മുടെ മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും നമ്മളെ കളിയാക്കാൻ വരാൻ എല്ലാവർക്കും എളുപ്പമാണല്ലേ? പക്ഷെ നമ്മൾ നല്ല രീതിയിൽ സുന്ദരിയായിട്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരു അഭിമാനം തന്നെയാണല്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ പോകുമ്പോൾ അല്ലേ ഉമ്മച്ചി ഇങ്ങനെ ഇരിക്കുന്നു, ഈ ഉമ്മച്ചിയുടെ കോലം കണ്ടോ എന്നൊക്കെ പറയുന്നതിലും എത്രയോ നല്ലതാണ് നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് അല്ലേ? നിങ്ങളെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും ആവർത്തിച്ച് പറയുക, പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കുറച്ചെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. പിന്നെ ചില കമൻ്റ് ഇടാറുണ്ട്, പ്രായമായില്ല ഇനി കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്, വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെ പണിയൊന്നും ഇല്ലാത്തവരെ നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാനിത് പോസിറ്റീവായിട്ടെടുക്കുന്ന കുറേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇനിയും മുന്നോട്ട് വരാനിരിക്കുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആഗ്രഹമുള്ളവർ മുന്നോട്ട് വന്നത് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് തന്നെ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു മസാജൊക്കെ കൊടുത്തു. മസാജ് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം കിട്ടി. അപ്പോൾ ഇനിയും നമുക്ക് നല്ലൊരു ഫേസ് വാഷ്, നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആവുന്ന ഒരു ഫേസ് വാഷ് ഇട്ട് നിങ്ങൾ ആ എണ്ണമയം മുഴുവൻ കഴുകിക്കളയുക. കാരണം നമ്മൾ ഇനിയും അടുത്തൊരു പായ്ക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ലതായിട്ട് വാഷ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഡോട്ട് ആൻഡ് ഗീയുടെ ഒരു ഫേസ് വാഷാണ്, അതായത് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ് വിറ്റാമിൻ സി ഫേസ് വാഷ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ടാഗ് ചെയ്തേക്കാൻ, ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട്. പല ഫേസ് വാഷ് ഉണ്ട്, ഡോട്ട് ആൻഡ് ഗീയുടെ വാട്ടർമെലൺ ഫേസ് വാഷ്, അതുപോലെ തന്നെ പിന്നെന്താ പറയുക കുക്കുംബറിൻ്റെ ഫേസ് വാഷ്. അപ്പോൾ എനിക്ക് സ്യൂട്ടായത് വൈറ്റമിൻ സി ഓറഞ്ചിൻ്റെ ഫേസ് വാഷാണ് എനിക്ക് സ്യൂട്ടായത്. കുറേ ഇപ്പോൾ 1 വർഷത്തോളമായി ഞാൻ ഉപയോഗിക്കുന്നു. നല്ലൊരു റിസൾട്ടാണ്. നമുക്ക് കഴുകുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നമുക്ക് മസാജൊക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഫേസ് വാഷ് ചെയ്തെടുത്തപ്പോൾ തന്നെ നമുക്ക് ആ ഒരു തിളക്കം നഷ്ടപ്പെടാതെ തന്നെ ഒറ്റ യൂസിൽ തന്നെ ആ ഒരു മസാജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മുഖത്തിന് നല്ലൊരു തിളക്കമാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ കവിളൊക്കെ ഒന്ന് തുടുത്തു വരുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും ഒരു മസാജ് കൊണ്ട്. പിറ്റേ ദിവസം നമുക്ക് കുറച്ച് കൂടുതൽ എഫക്റ്റ് കിട്ടും റിസൾട്ട്. നിങ്ങളൊന്ന് ഒരു വട്ടം ചെയ്തു നോക്കുക.
ഇനി നമുക്ക് നമ്മുടെ ഫേസ്, അതായത് 40 വയസ്സിന് ശേഷം മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ ഫേസ് ടൈറ്റ് ആകാനായിട്ട്, സ്കിന്ന് പെട്ടെന്ന് സാഗ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്കിന്ന് ടൈറ്റ് ആവാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് അടുത്തത് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ടയുടെ ഗുണങ്ങൾ ഏറെയാണ്. സ്കിന്നിൻ്റെ എലാസ്റ്റികത നഷ്ടപ്പെടാതെ നിലനിർത്താനായിട്ടും നല്ലൊരു ടൈറ്റനിങ് സ്കിന്നായിട്ട് കൊണ്ടുപോകാനായിട്ടും റിങ്കിൾസും പാടുകളും കലകളും ഒക്കെ മാറാനായിട്ടും എഗ് വൈറ്റ് ഒത്തിരി നല്ലതാണ്. പിന്നെ ഒരുപാട് റിങ്കിൾസ് സാഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ മുട്ടയുടെ ഫുള്ളായിട്ട് എടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ചേർക്കേണ്ടത് അലോവേരയുടെ ജെല്ലാണ്. അലോവേര ജെല്ല് നമ്മുടെ സ്കിൻ ബെനിഫിറ്റ്സ് ഒത്തിരിയാണ്. സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് പോകാനായിട്ടും ആ ഒരു ഫൈൻ ലൈൻസും റിങ്കിൾസും അതുപോലെ തന്നെ നല്ല തിളക്കത്തോടെ ഇരിക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ അലോവേര ജെല്ല്. അതുപോലെ തന്നെ സ്കിന്നിനെ നല്ല മോയ്സ്ചറാക്കി നിലനിർത്താനായിട്ട് ഒരുപാട് നല്ലതാണ് അലോവേര ജെല്ല്. ഈ അലോവേര ജെല്ലും നമ്മുടെ മുട്ടയുടെ വെള്ളയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്ത് നന്നായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. ഇത് സ്കിൻ ടൈറ്റനിങ് മാസ്ക് ആണ്. അതായത് നമ്മുടെ സ്കിന്നിന് സാഗ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒരു മോർണിംഗ് റൊട്ടീനായിട്ട് ചെയ്യുക കേട്ടോ. എഗ് വൈറ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്താ പറയുക, ഇല ഒക്കെ ആണെങ്കിൽ നമുക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിലും പൊരിച്ചൊക്കെ കൊടുക്കാം. അതായത് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അവർക്ക് കൊടുക്കാം. എഗ് വൈറ്റ് നമുക്ക് എടുത്തിട്ട് 2 ദിവസത്തിന് നല്ലതായിട്ട് ഉപയോഗിക്കാം കേട്ടോ. 2-3 ദിവസം വെച്ചാലും പ്രശ്നമില്ല. എഗ് വൈറ്റ് യെല്ലോ ആകുമ്പോൾ സ്മെല്ല് വരും. 3 ദിവസം വരെ എഗ് വൈറ്റ് ഉപയോഗിക്കാം. അലോവേര ജെല്ല് മിക്സ് ചെയ്തിട്ട് 3-ാം ദിവസം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മതി. ഇത്തിരി നമുക്ക് മുട്ട ഇച്ചിരി ചിലവാകുന്നുള്ളൂ. ഒത്തിരി ചിലവായാലും ഒരു ശകലമൊക്കെ ചിലവാകും. കാരണം നമ്മൾ എന്തേരം മുട്ടയാണ് ഉള്ളിലോട്ട് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പുറത്തിടാനും ഇച്ചിരി മുട്ടയൊക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇലക്കറികൾ ഇതൊക്കെ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. കൊളോജൻ കണ്ടൻറ്റ് പ്രൊഡക്ഷൻ കൂടാനായിട്ട് ഒത്തിരി സഹായിക്കുന്നു. ഇതുമൂലം നമ്മുടെ സ്കിന്നിന് ഓവർ തിളക്കം, നല്ലൊരു തിളക്കം കിട്ടുന്നു. നമുക്കത് കണ്ടറിയാൻ തന്നെ പറ്റും. ജ്യൂസ് കുടിക്കുക, അല്ലെങ്കിൽ ഫ്രഷായിട്ട് കഴിക്കുക. പിന്നെ പോമിഗ്രാനേറ്റും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിളുമൊക്കെ ഒരു ദിവസം രാത്രിയിൽ എല്ലാ ദിവസവും മാറി മാറി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എഗ് വൈറ്റ് ഒക്കെ ഇട്ട് ആ ഒരു മാസ്ക് ഒക്കെ ഇട്ടതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു സ്കിന്നിന് നല്ലൊരു ടൈറ്റ്നെസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അത് നിങ്ങൾ ഒരു തവണ ഇട്ട് നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. എന്നിട്ട് അതുപോലെ തന്നെ ബ്രൈറ്റ് സ്കിന്നായിട്ട് കിട്ടുകയും ചെയ്യും. നല്ലൊരു തിളക്കത്തോടുകൂടി തന്നെ നമ്മുടെ മുഖം ഇരിക്കുകയും ചെയ്യും. അപ്പം എനിക്ക് ഫീൽ ചെയ്താണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇട്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ടല്ല, നമുക്ക് പല ദിവസങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഞാനിത് ഡെയിലി ഒരാഴ്ച അടുപ്പിച്ച് ചെയ്യും. അതിനുശേഷം 2 ദിവസം റെസ്റ്റ് ചെയ്യും. ശനി ഞായർ റെസ്റ്റ് കൊടുക്കും. വീണ്ടും റിപ്പീറ്റ് ചെയ്യും. പിന്നെ നമുക്ക് 1 മാസം അടുപ്പിച്ചിട്ടതിന് ശേഷം നിങ്ങൾ ആഴ്ചയിൽ 3 വട്ടം ഇട്ടുപോയാൽ മാത്രം മതി. 1 മാസം മസ്റ്റായിട്ട് നിങ്ങളത് അടുപ്പിച്ചിടണം. അതെല്ലാവരും ഓർക്കുക. ഇനി നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പകൽ, അതായത് നമ്മൾ മോർണിംഗ് റൊട്ടീനാണ് കാണിക്കുന്നത്. രാവിലെ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഡോട്ട് ആൻഡ് ഗീയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മാമാ-എർത്തിൻ്റെ മോയ്സ്ചറൈസർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആകുന്നത്, സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ, ഓയിലി ആണെങ്കിൽ, അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ, ഓൾ ടൈപ്പ് സ്കിന്നിന് പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ് ഡോട്ട് ആൻഡ് ഗീയുടെ. അതുപോലെ തന്നെ മാമാ-എർത്തിൻ്റെയും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, സെലക്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു ഇത് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.